സാറേ, എന്താ ഇന്നത്തെ പരിപാടി? കലങ്കൻ പുറത്ത് സൗത്ത്. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. അല്ല, നിങ്ങൾ ഇരിക്കുന്നത് ആൽത്തറയിലല്ലേ? അപ്പോ അതിപ്പോ നമ്മൾ ആൽത്തറയായാലും ശരി തന്നെ അങ്ങനെ വിചാരിച്ചാൽ മതി. മനസ്സിലായില്ലേ? അതായത് ഇതൊരു എക്സ്പെരിമെന്റൽ സബ്ജക്റ്റ് ആണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ. അല്ല, എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ? കാവൽ ഒരുക്കിയിരുന്നത് കലുങ്കുകളായി. നമ്മളെ അന്നത്തെ ആ ഒരു റോഡരികിലൊക്കെ തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയില്ല, അതുപോലെ എപ്പോഴെപ്പോഴും ഉണ്ടാവോ അല്ലെങ്കിൽ ഇടവേള ഉണ്ടാവോ? ഞാൻ ഇടക്കിടയ്ക്ക് വരും. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. ധനനഷ്ടവും മാനഹാനിയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണ് ടീച്ചറാ ഞാൻ കണ്ടത്. ഈ കെണി എവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണിയായിപ്പോ. ഇതിന് തൊട്ടടുത്ത കലുങ്ക് എവിടെയാണോ അവിടെ വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, കലുങ്കളുടെ അടുത്ത് മാത്രമേ വരൂ, ഇല്ല വരൂല. എനിക്ക് പ്രതീക്ഷയില്ല. കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? തൃശ്ശൂരിലെ കലുങ്കുകളും ഞാൻ ഇങ്ങെടുത്തു. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? അവന്റെ വാചകടിയിൽ വീണോന്റെ ജീവൻ നായനക്കി. ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാ. കലുങ്കും എടുക്കുകയാണ്. ഇപ്പൊ എനിക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആൽത്തറയും കലുങ്കും ഫോട്ടോ എടുത്ത് അയച്ചു തരികയാണ് ആൾക്കാർ. ഇവിടെ വെച്ചൊരെണ്ണം നടത്തണമെന്ന് പറഞ്ഞു. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇവര് ചോദിക്കുന്നേ, ഇതിൽ രാഷ്ട്രീയം എന്തെങ്കിലും കാണണ്ടേണ്ടോന്ന്? ഇതിനകത്തൊന്നും രാഷ്ട്രീയം കാണാതിരുന്നാണ്. നിങ്ങൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി എടുത്ത് ചോദിച്ചിട്ട് എന്താണ് സുരേഷ് ഗോപി MP-ക്ക് ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് ചോദിച്ചിട്ട് എനിക്ക് പേപ്പർ അയക്കാൻ പറ. ഓക്കെ, ഉത്തരവ്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. വലിയ മനുഷ്യനാണ്, ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. ജലസേചനം, ജനസേവനം. മുനിസിപ്പാലിറ്റിയെ കൊണ്ട് ആവശ്യം അപേക്ഷ അയപ്പിക്കണം. അയപ്പിച്ചാലേ കലിങ്കിങ് എടുക്കുക എന്നുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ വരാവൂ. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും കുത്തി കേട്ടി തന്നെ വായിക്കാത്ത അന്വേഷിക്കോ കേടാണോ? ഓക്കെ. അല്ലെങ്കിൽ ആർക്കാണ് കേട്, അത് സുഖക്കേടാണോ, ആ സുഖക്കേട് നമ്മൾ ചികിത്സിച്ചു കൊടുക്കണോ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കണ്ട. പഴയ ലാത്തിയടി തന്നെ. നിനക്ക് ഈ വാചകൊന്ന് കുറച്ചാലെന്താ? അതെ, ഒരു കലാകാരന്റെ അന്തർദാഹം. വാഴക്കൊല. ഇതിനകത്തൊന്നും രാഷ്ട്രീയം കാണാതിരുന്നാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ എയിംസ് എന്താ വരാത്ത? ഇപ്പോഴും നഡ്ഡാജിയോട് ചോദിച്ചാൽ പറയുന്നത് ആലപ്പുഴ അവർ എഴുതി തരുന്നില്ല എന്നാണ് പറയുന്നത്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ആലപ്പുഴ തന്നാൽ അവിടെ വരും. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറയും എനിക്കത് എന്റെ തൃശ്ശൂരിൽ വേണമെന്ന്. അത് സമരമായിരിക്കും. കേൾക്കാൻ നല്ല രസമുണ്ട്. പരാതി വാങ്ങാൻ പോലും കൂട്ടാക്കിയില്ല. എന്താണ് സാറേ? ഇങ്ങനെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ശരിയാക്കിയ ഇവർക്ക് പ്രാന്താടാ. പങ്കുവെക്കൽ, വേദന, സന്തോഷം മാത്രമല്ല വേദനയും പങ്കുവെക്കും. അയ്യന്റെ മോനെ, എന്താണ് അതിന്റെ അർത്ഥം? ഇതിന് പറ്റിയ പേര് പോക്കർ. പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. വീടില്ലാത്ത ഒരാളുടെ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാകാണ്ട് വേദന പങ്കുവെക്കുന്നതാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു പേര് പറയും, തന്തയില്ലായിക എന്ന്. അങ്ങനെ മൂപ്പർക്ക് CPM വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിനെ തുടർന്ന് സാറ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി ചിലർ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുന്നതായി കാണുന്നു. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? ഇവിടെ ഇവിടെയും തന്നെയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട. അല്ല, വേലായുധൻ ചേട്ടന് വീട് കിട്ടി പോലും. ആ വേലായുധൻ ചേട്ടന് ഒരു വീട് കിട്ടിയതിൽ സന്തോഷമായി. ഇനിയും ഇതുപോലെ ചെയ്യോ? ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അയക്കും. എന്നിട്ടോ ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? BJPക്ക് ഭരിക്കാൻ നിങ്ങൾ വിട്ടുതരും, ഞങ്ങൾ എടുത്തിരിക്കും. വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട തന്നെ എടുക്കും. ഇതിനകത്തൊന്നും രാഷ്ട്രീയം കാണാതിരുന്നാണ്. ഇവൻ സെന്റിമെന്റൽ അല്ല, മെന്റലാ. സർവേശ്വര അധികം വർത്താനം പറയല്.
നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പറയുക ED ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിലെ കുഴപ്പമാണെന്നറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. അതെയോ, താങ്ക് യു, വെൽക്കം. മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റിയില്ലെങ്കിൽ അതിന് നിങ്ങളുടെ MLA കാണണം, അല്ലെങ്കിൽ MP നെ കാണണം. അത് ഇവർ തന്നെ. നിങ്ങളുടെ മന്ത്രി ഇവിടെ അല്ലേ താമസിക്കുന്നത്? അതെ. ഇപ്പൊ പറഞ്ഞു, ഞാൻ മന്ത്രിനെ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? കഷ്ടം. എന്ത് ചെയ്യാനാ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ശക്തൻ തമ്പുരാന് ശേഷമുള്ള കിങ്ങുമാണ്. കിങ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ അങ്ങനെ ഒരു സർക്കാർ വരണമെന്ന് നിശ്ചയം കേരളം എടുത്താൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് ഉറപ്പായിട്ടും സാധ്യമാണ്. എന്നിട്ട് മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അവന്മാര് തിരുമണ്ടന്മാരായതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ കൂടുതൽ കാലം പിടിച്ചേക്കാൻ പറ്റില്ല. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.